ഹലോ PR ഏജൻസീസ്. ഹലോ സുഖാണേ? നിങ്ങക്ക് സുഖാണെങ്കിൽ എനിക്കെന്താ? അയ്യോ എന്റെ പേരാ പറഞ്ഞ സുഖു സുഖു സുഖു. സാർ പറയൂ സാർ, എന്ത് സാർ പറയൂ. പണിക്കാരെ കിട്ടുമോ? ഏത് ജോലിക്കാരാണ് സാർ വേണ്ടത് പറയൂ. ആണോ? ഏത് ജോലിക്കേക്ക് ആളുണ്ട്? അത് ഇവിടെ വീട്ടു ജോലിക്ക് ആളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, പ്ലംബർ ഉണ്ട്. സാറിന് ഏത് ജോലിക്കാണ് ആൾ ആവശ്യമുള്ളത്? എന്നാ ഒരാളെ പെട്ടെന്ന് വീട്ടിലോട്ട് വിടാവോ? എന്തിനായിരുന്നു? വയറിളെ കിടക്കുക, ലീക്ക് ഉണ്ട്. അതെല്ലേ? ഓക്കെ സാർ, ഓക്കെ. ഇലക്ട്രീഷ്യൻ ആണ്. ഒരു മിനിറ്റ്. എല്ലാ ജോലിക്കും ചെയ്യാൻ വേണ്ടി ആകപ്പാട് ഒരു സ്റ്റാഫും ഉണ്ട്. ഇലക്ട്രീഷ്യൻ സാർ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു സെക്കൻഡ്. ഹലോ സാറേ. ഹലോ ഇലക്ട്രീഷ്യൻ ആണ് സാറേ. എന്താണ് സാറേ പ്രശ്നം? വയറിളെ കിടക്കാണ്, ലീക്ക് ഉണ്ട്. സാറേ ലീക്ക് ഉണ്ടല്ലേ? എവിടെയാണ് സാറേ വയറിളെ കിടക്കുന്നത്? ബെഡ്റൂമിലാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ടാപ്പ് അങ്ങ് ഒട്ടിക്കാം. നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു MC ഇട്ട് അവിടെ അങ്ങ് അടയ്ക്കാം. എടോ ഡോക്ടറുടെ ഗുളിക നിന്നില്ല, പിന്നെയാണ് MC. അല്ല ഏത് വയറിളക്കാണ് ഉദ്ദേശിച്ചത്? ലൂസ് മോഷൻ. രാവിലെ തന്നെ നാറ്റ കേസാണ് ലൂസ് മോഷൻ എന്ന്. ഞാൻ വിചാരിച്ച മറ്റേ വയറിളവ് കിടക്കണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ശിവശങ്കരൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എനർജി പറയണ്ട ശിവശങ്കര. സാറേ രാവിലെ തന്നെ നാറ്റ കേസ് ആകപ്പാടെ ഡള്ളായിരിക്കാണ്. ഫുള്ളെടുത്തിട്ട് വേണം ഒന്ന് ചില്ലാക്കാൻ. ഒരു ഫുള്ളെടുത്ത് അടിച്ചിട്ട് പൂസായിട്ട് വേണം എന്നെ തുണിമുഖി കാണിക്കാനായിട്ടല്ലേ. നമ്മൾ ഒന്നും നെഗറ്റീവായിട്ട് കാണല്ലേ, എല്ലാം പോസിറ്റീവായിട്ട് കാണണം. നെഗറ്റീവിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും? അടുക്കൂടെ ഒരു വര വരച്ചാ പോരെ. അതല്ല, നമ്മൾ ജീവിതത്തിൽ എന്തിനെ ഒരു നെഗറ്റീവ് കാണാൻ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രില്യന്റ് ആണെന്ന് നമുക്ക് തോന്നണം. നമ്മൾ പറഞ്ഞു ഐ ആം ബ്രില്യന്റ് എന്ന് പറഞ്ഞേ. ഐ ആം ബ്രില്യന്റ്. അയ്യാ തളർന്നു കുത്തി അങ്ങനെയല്ല പറയേണ്ടത്, നെഞ്ചത്തിരിച്ച് പറയണം ഐ ആം ബ്രില്യന്റ്. എന്റെ നെഞ്ചത്തിരിച്ചല്ല, സ്വയം നെഞ്ചത്തിരിച്ച് ഐ ആം ബ്രില്യന്റ്. I am brilliant. 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 I am pregnant. I am pregnant. I am pregnant. I am pregnant. അതെ സാർ, ഞാൻ ഗർഭിണിയാണ് സാർ. എനിക്ക് ഒരു മാസത്തെ ലീവ് തരുമോ? ഒരു ദിവസത്തെ ലീവ് തന്നതാണ് പെർമനന്റ് ആയ ഈ കുട്ടി പ്രഗ്നന്റ് ആയത്. ഇനി ലീവ് കൊടുക്കാനായിട്ട് ലീവ് ആണെങ്കിൽ എനിക്ക് ലീവ് വേണം. അങ്ങനെ ലീവ് തരാൻ പറ്റത്തില്ല. ലീവ് വേണമെങ്കിൽ ഒന്നിൽ അച്ഛനാകണം അല്ലെ അമ്മയാകണം. അപ്പൊ ഞാൻ പിന്നെ അച്ഛൻ. അയ്യോ എന്നെ കൊണ്ട് അച്ഛനാവാൻ പറ്റൂല കേട്ടോ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാതെ അച്ഛനാവാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ അച്ഛനായില്ലേ. അച്ഛനായി, അമ്മയായി, പെങ്ങളായി, സഹോദരനായി. അച്ഛനാകണെ കല്യാണം കഴിക്കണമെന്നില്ല. ആണല്ലേ? എങ്ങനെയുണ്ട് എന്റെ അച്ഛൻ കൗണ്ടർ? അച്ഛൻ കൗണ്ടർ കൊള്ളാം. ഇത് യൂട്യൂബിന്റെ സൈഡിലെ ഈ അച്ഛൻ കൗണ്ടർ കേട്ട് ചിരിച്ചവരുണ്ടോ? നിനക്കൊന്നും വേറെ ജോലിയില്ലേ? ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഈ അച്ഛൻ കൗണ്ടർ അടിച്ചു വിട്ടത്. യൂട്യൂബിൽ നിന്ന് കേൾക്കുമ്പോൾ അച്ഛൻ കൗണ്ടർ അങ്ങ് തിന്നോളൂ. സാർ പിന്നെ എന്റെ ഹസ്ബൻഡ് സാറിനോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതായത് ഇവിടെ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോ എനിക്ക് കഴിക്കാനായിട്ട്, ഞാൻ ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ സാറിനോട് വാങ്ങി തരാൻ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തോന്നിയാസത്തിന് ഞാൻ ഫ്രൂട്ട്സ് മേടിച്ചു തരണമല്ലേ? വല്ലവരും ഓർഡർ ചെയ്ത ബിരിയാണിക്ക് ഞാൻ ബില്ല് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അല്ലേ ശിവശങ്കര? നടക്കില്ല. പിന്നോക്കെയാണ്. അല്ല നമ്മുടെ ഓഫീസിന്റെ അങ്ങോട്ട് പോകണം, പറങ്ങോട്ട് പോകണം. ഞാൻ PR ഏജൻസി ജോലിക്ക് വന്ന. അയ്യോ ഇതാണ് PR ഏജൻസി. അല്ല ഈ ആള് പറങ്ങോട്ട് പോകേണ്ട കാര്യം? അത് വേറൊന്നുമല്ല, ഞാൻ അവിടെ ബസ്സിൽ ഇറങ്ങിയിട്ടേ ആ കടക്കാരുണ്ടല്ലോ, പുള്ളിയോട് ചോദിച്ചു PR ഏജൻസി എവിടെയാണ്. പുള്ളി എന്നോട് പറയാം അവിടെ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ പുറകോട്ട് കിടക്കാൻ. പറ്റിയ ആളാ. ഇന്ന് ജോലി ചെയ്യാൻ വന്ന ആളല്ലേ വന്ന. ഇവിടെ ജോലിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നോട്ട് ഇടുന്നിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒന്ന് ചാടി നിൽക്കണം. അത്രേ ഉള്ളൂ. പെട്ടിയാർഷയുടെ തലയിലുള്ള ഇവിടെ മര്യാദക്കില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചാടി ഇറന്ന് ചെയ്തോണം. കിളയ്ക്കാൻ പോണം, പട്ടിയില്ലെങ്കിൽ കൂട്ടിക്കിടന്ന് കുരയ്ക്കണം, സകല പരിപാടിയും വേണം. ചാടി നിന്നോണം. ആരൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്ന് അറിയില്ല. ഓക്കെ ദൈവമേ, ആരെങ്കിലും അതാ ഒരു ടീം വരുന്നുണ്ട് കേട്ടോ. അതാ ആരാ? കൗണ്ടർ. ഇത്രയും നേരം അതിന്റെ കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ അടിച്ചു കയറി. കൗണ്ടർ എത്തിയല്ല. ഏത് കൗണ്ടർ മനസ്സിലായില്ലേ? ഈ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടർ. പേരിൽ മാത്രമേ കൗണ്ടർ ഉള്ളൂ, വായിന്ന് തന്നെ മൊത്തം ചീഞ്ഞാണ്. അല്ല കൗണ്ടർ എന്ന് പറഞ്ഞിട്ടേ ഈ മലയാളം പറയണല്ലോ, പച്ചക്ക് മലയാളം പറയണം. അയ്യോ അത് പറയാൻ വിട്ടുപോയി. ഞാൻ പകുതി മലയാളിയും പകുതി തമിഴനുമാണ്. മനസ്സിലായില്ലേ? ഉച്ചവരെ മലയാളം പറയും, ഉച്ചയ്ക്ക് ശേഷം തമിഴ് പറയും. പകുതി മലയാളി. അതല്ല, എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ബോർഡിന്റെ ഇടയ്ക്കാണ്. തല തമിഴ്നാടിന്റെ അപ്പുറത്തും ഉടല് കേരളത്തിന്റെ ഇപ്പുറത്തും. ഭാഗ്യം. അപ്പൊ റേഷൻ അതാണ് എന്റെ നിർഭാഗ്യം. റേഷൻ വാങ്ങിക്കുന്നത് തമിഴ്നാടിൽ നിന്ന്, കക്കൂസി പോണേ കേരളത്തിൽ പോകണം. അപ്പൊ ഭക്ഷണം അവിടെ വേസ്റ്റ് ഇവിടെ. അല്ല നിങ്ങളുടെ ഈ PR ഏജൻസി ഇതല്ലേ? എല്ലാ ജോലിയും ഒരു വീട്ടിലല്ല ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ ജോലിയും നമ്മൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലിയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഉദാഹരണം എന്ന് വെച്ചാൽ ചില വീട്ടിൽ പട്ടി കാണില്ല, നമ്മൾ കൂട്ടിക്കിടന്ന് കുരയ്ക്കും.
അതുപോലെ ചിലത് ഈ കുഞ്ഞുങ്ങളൊക്കെ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ ചെല്ലാൻ പറയും. അച്ഛൻ പോവില്ല, അങ്ങനെയുള്ളടത്ത് സാറ് പോവും. അച്ഛൻ ചെല്ലാത്തത് ഞാൻ ചെല്ലും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ രക്ഷകർത്താവട്ട് ഞാൻ ചെയ്തു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്റെ കൈക്കിട്ട് തല്ലി. ഞാൻ തല്ലുകൊണ്ടു 2000 രൂപ മേടിച്ചു. അത് ശരി. അല്ല, വേറെ ചിലർക്ക് ഈ മൂത്രത്തിക്കലിന്റെ അസുഖം കൊണ്ട് പെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് അവരുടെ ഫ്രണ്ടിൽ നിന്ന് മൂത്രം ഒഴിച്ച് കാണിക്കും. അപ്പൊ അവർക്കൊരു ആശ്വാസം. അപ്പൊ ഒരു 5000 രൂപ കിട്ടും. അങ്ങനെ എന്തൊക്കെ വേണം. ഇനി അതുപോലെ തിരക്കുള്ള സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്ന് വെച്ചോ, ഞങ്ങൾ ടിക്കറ്റ് എടുക്കും. എടുത്തിട്ട് ഞങ്ങൾ സിനിമ കാണും. എന്നിട്ട് അവരോട് കഥ പറഞ്ഞു കേൾപ്പിക്കും. എന്ത് ജോലി വേണോ, എന്ത് വേണം, മീശ തടവണോ? അതെ, ഇതല്ല അല്ലാതെ വെറൈറ്റി ആയിട്ട് എന്ത് ജോലി നിങ്ങൾ നമ്മുടെ വെറൈറ്റി ആയിട്ട് ആണെങ്കിൽ നമ്മളെ ഒരു മാസ്റ്റർ പീസ് സംഭവം ഉണ്ട്. പറയട്ടെ ദീപ്തി, മരണ വീട്ടിൽ ഇപ്പൊ കരയാൻ ആളില്ലല്ലോ. കരയാനല്ല, കാരണം ബന്ധുബലം കയറ്റാൻ വേണ്ടി നമ്മൾ മരണ വീട്ടിൽ കയറി കരയും. മരണ വീട്ടിൽ പോയി കരയോ? അതൊരു ജോലിയാണോ? പിന്നെ അല്ലാതാ നിങ്ങൾ എന്താ എങ്ങനെ ചെയ്യുന്നത്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മരണ വീട്ടിൽ പലരും പല ഇതൊക്കെ ആയിരിക്കും, പല രാജ്യങ്ങളിലായിരിക്കും, പല വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളെല്ലാം കൂടെ ക്രൗഡ് ചേർന്ന് അവിടെ പക്ക മരണ വീട്. ഒരുപാട് കൊട്ടേഷൻ കിട്ടും. ആണ് ജോലി സാധ്യത ഉള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ചെറിയ ഡെമോ കാണിച്ചു തന്നാ കുറെ കൊട്ടേഷൻ ഞാൻ പിടിച്ചു തരാം. ചെയ്തു ഇപ്പൊ 2 മിനിറ്റിനകം ഇവിടെ ഒരു കറക്റ്റ് ഒരു മലയാളം മരണ വീട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നീയാണ് ശവം. നിന്റെ അച്ഛനാണ് ശവം. നീയാണ് ശവമായിട്ട് അഭിനയിക്കേണ്ടതെന്ന്. ഇവിടെ കേരളത്തിലെ മലയാള വീട് തമിഴ്നാട്ടിൽ പോകണ്ടേ? ആണോ? കേരളത്തിലൊരു മരണ വീട് സാറിന് കാണിച്ചു തന്നിട്ട് സാറേ വർക്ക് കിട്ടുമല്ലോ നമുക്ക്. വർക്ക് ഞാൻ പിടിച്ചു തരും. നിങ്ങൾ ആദ്യം മരണ വീട് നീ കാണിച്ചാ നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന അറിയട്ടെ. ഓക്കെ, മരണ വീട്. എപ്പോഴായിരുന്നു സംഭവം? രാവിലെ 10:30 എങ്ങനെ മരിച്ചേ? ട്രെയിൻ തട്ടിയ. അറിയിക്കാത്ത എന്ത്? ട്രെയിൻ വരുന്നവരും പുള്ളി തന്നെ അറിഞ്ഞില്ല, പിന്നെ എങ്ങനെ അറിയിക്കാനാ? ശശി, കരഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടവരൊക്കെ പോയില്ലേ? ഇന്നലെ വൈകുന്നേരം എനിക്ക് മസാല ദോശ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയ മനുഷ്യനാണ് ബോഡി എടുക്കാൻ സമയമായി. സഞ്ചയനത്തിനൊന്ന് വരാം. അയ്യോ, അത് ഒറിജിനൽ മരണ വീടല്ല. സാർ വിശ്വസിച്ചാ? മരിച്ചില്ല. കണ്ടപ്പോ കറക്റ്റ് ഒറിജിനൽ മരണ വീട് തോന്നി. അത്രയ്ക്ക് ഭാവമായിരുന്നു. അടിപൊളി. മഴ മാത്രമേ കാണിക്കുള്ളൂ, വേറെ വെറൈറ്റി വരലുണ്ടോ? എന്റെ ഇംഗ്ലീഷിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. എന്ത് ചെയ്യാം? എനിക്ക് സെൻഡ് ചെയ്ത് തന്നാ മതി. ഞാൻ വീട്ടിൽ പോയിട്ട് മീശ ഇങ്ങനെ പൊക്കി വെച്ച് സമായിട്ട് കണ്ടോളാം. അതല്ല, ഈ പറഞ്ഞ വീട് നമ്മൾ ഇംഗ്ലീഷ് കാണിക്കും. ഇംഗ്ലീഷിലാ? അത് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അതായത് നാട്ടിലുള്ള മിക്ക ആൾക്കാരും വിദേശത്താണല്ലോ. അവരുടെ അപ്പനും അമ്മയും ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് കരഞ്ഞിട്ട് അങ്ങോട്ട് CD അയച്ചു കൊടുക്കും. ഓ, അങ്ങനെ. ഇംഗ്ലീഷിലുള്ള മരണ വീട്. ഇംഗ്ലീഷിലുള്ള മരണ വീട്. സാർ കോസ്റ്റ്യൂം ചെയ്തോ? അപ്പൊ കറക്റ്റ് ഇപ്പൊ നോക്കണ്ട, പ്രേതം തന്നെ കണ്ട ഇന്ന് വന്നാണെങ്കിൽ കട്ടൊക്കെ ചെയ്യണണ്ട. കട്ടൊക്കെ ഇട്ട് നെടുക്ക് കിടക്കയില്ലേ? Oh my God. What is it? That's supposed to be true. I can't believe me. We're traveling. Yes, but it's very traveling. Yes, but it's dangerous. Oh my God. അന്തര വലിച്ചു കയറിയത്. വലിച്ചു കീറിയതല്ല, കഥക്ക് തുറന്ന് മുഖം കാണാൻ വരുന്നതാ. Oh yes, yesterday it was fun. Not my strap, man. It's fun. ാരാ പിച്ചോട്ട് കരയുന്നേ? സൂപ്പർ, ഫാന്റാസ്റ്റിക്, മാർവലസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 100 വർക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പിടിച്ചു തരും. ആണല്ലേ? പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഈ സായിപ്പിന് പകരം ഞാൻ അവിടെ കിടക്കും. That's so small. Oh, Mr. Oh my God. Where is the deck of the... That's really എന്തായാലും നിങ്ങളെ മലയാള മരണ വീട് കൊള്ളാം, ഇംഗ്ലീഷ് മരണ വീട് കൊള്ളാം. നിങ്ങൾക്ക് തമിഴില് മരണ വീട് ചെയ്യാൻ അറിയാമോ? തമിഴല്ല, ഗുജറാത്ത് വരെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. തമിഴ് എന്നാലും ഞാൻ സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആര് കരയും? എങ്ങനെ? മനസ്സിലായില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആര് കരയും? ഞങ്ങളുടെ ബന്ധുക്കാർ കരയും. അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? ബന്ധുക്കൾ കരയും. പക്ഷെ അവർക്ക് എത്ര രൂപയാണ് പേയ്മെന്റ്? അവർക്ക് എന്തിനാ പൈസ കൊടുക്കുന്നേ? അവരുടെ കടമയല്ലേ കരയുക എന്നുള്ളത്. ആണോ? എന്നാ അവരുടെ അടുത്ത് ആ കടമ നിർവഹിച്ചോളാം പറ. നിന്നെ ഞാൻ ഉടനെ കൊല്ലാൻ പോവുക. എന്തിനാ കൊല്ലാൻ പോണേ? എന്തിനാ സാറിനെ കൊല്ലണം? എന്തിനാ കൊല്ലാൻ പോകുന്നു? ഇങ്ങോട്ട് നീ വേടാ.
എടാ സ്വർണ്ണലിംഗം നീ കേട്ടിട്ടുണ്ടാ? പിന്നെ എനിക്കറിയാം ഈ ബിൽഡിങ്ങിന്റെ ഓണർ ആണാ? നിങ്ങൾ എത്ര വർഷമായി ബിൽഡിംഗ് വാടക എടുത്തിട്ട്? 1.5 വർഷം. എത്ര വർഷമായി വാടക കൊടുത്തിട്ട്? 1.5 വർഷം. ഈ വാടക വെച്ച് കഴിഞ്ഞ വർഷം ഇവിടെ സ്വർണ്ണലിംഗം വന്നായിരുന്നോ? ആ സംഭവം കിട്ടില്ല. ആ. സ്വർണ്ണലിംഗം നെഞ്ചും പിരിച്ച് ഇങ്ങോട്ട് വന്ന് ആ. എടുക്കടാ വാടക എന്ന് ചോദിച്ച്. ഗുണ്ടാളില്ലാത്തോണ്ട് നമ്മൾ തന്നെ സ്വന്തം വർക്കെടുത്ത് നമ്മൾ തന്നെ ഗുണ്ടയുടെ ഫിഗർ ഇട്ട് വ്യാഴ ഇടിച്ചു കൊടുത്തു സ്വർണ്ണലിംഗത്തിന്. ഏറ്റവും കൂടുതൽ സ്വർണ്ണലിംഗത്തിന് ഇടിച്ചതാണ് ഇയാള്. ഈ സ്വർണ്ണലിംഗത്തിന് സ്വർണ്ണമല്ല ഉരച്ചെടുത്ത് തുരുമ്പുലിംഗമായിട്ടാണ് തിരിച്ചു വിട്ടത്. തണ്ണിമത്ത ലോറിയില് അങ്ങെത്തിയ അവിടെ എവിടെ നിൽക്കണമെന്ന് അറിയാമോ? തുരുമ്പലിംഗം. അപ്പൊ അവിടെ മറ്റേ നമ്മളെ ചോളപ്പാടത്ത് ഇങ്ങനെ കോലോട്ട് നിൽക്കുക, കാക്ക ഓടിക്കാൻ വേണ്ടി. വേറെ എന്തിനും കൊള്ളൂലേ? എടാ ഈ സ്വർണ്ണലിംഗത്തിന്റെ ആരെന്നറിയാമോ ഞാൻ? അനിയനാ ചെമ്പലിംഗം. എനിക്ക് എന്റെ ചേട്ടനെ കൊട്ടച്ചനാ നിന്നെ തട്ടാൻ. ഡേയ്, വാങ്ങടാ. സാറേ, മരിക്കുന്നതിന് മുമ്പ് സാറിന് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എന്താണ്? I am brilliant. നീ എന്നതാ ബ്രില്യന്റ്? ഞാനാണ് ബ്രില്യന്റ്.